റൈസാണ്. എനിക്ക് ബിരിയാണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കൈമ റൈസാണ്. ഞാൻ ഇതിൽ കടയിൽ പോയി ബിരിയാണി കഴിച്ചാൽ ഞാൻ അവരോട് കൈമ റൈസ് ആണോ ചേട്ടാ എന്ന് ചോദിച്ചിട്ടേ കഴിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും തിളച്ചു, നമ്മുടെ റൈസ് സെറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ലെയറിങ്ങിനുള്ള പരിപാടിയാണ്. ലെയറിങ്ങിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഈ സാധനം ടൂട്ടി ഫ്രൂട്ടി വേണം. ഓൾറെഡി വറുത്ത് ഊരി വെച്ചേക്കുന്ന ആ ഐറ്റംസ് വേണം. അത് കുറഞ്ഞേക്കുന്നത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന പറക്കി തന്നെയാണ് കേട്ടോ. ഇത് പാലും മഞ്ഞപ്പൊടിയും കൂടെ കലക്കി വെച്ചാണ്. ഇനി നമുക്ക് ലെയർ ചെയ്യാം. ഷടപടേന്നായിരിക്കും കാര്യങ്ങൾ. വെന്ത് കഴിയുമ്പം ഇത് കണക്ക് റൈസ് ഇടുക, ചിക്കൻ കറി ഇടുക, എൻ്റെ വായിൽ വെള്ളം വരുന്നു, ടൂട്ടി ഫ്രൂട്ടി ഇടുക, പിന്നെ വീണ്ടും റൈസ് ഇടുക, റൈസ് നിരത്തി ഇടുക. നല്ലപോലെ നിരത്തിയ ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഐറ്റംസ് ഒക്കെ വറുത്ത് കോരിയിടുക. പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടി ടൂട്ടി ഫ്രൂട്ടി ഇടുക. പിന്നെ മഞ്ഞപ്പൊടി കലക്കിയ വെള്ളം, വെള്ളമല്ല പാലിടുക. പിന്നെ ചിക്കൻ കറി വീണ്ടും ഇടുക. ഇങ്ങനെ